പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനം തുടങ്ങുകയാണ്. നിങ്ങൾ ഈ ഉടമ്പടി ധ്യാനം ഇപ്പോൾ കൂടിയാലും ശരി, ഓൺലൈനിൽ ഇത് രണ്ടാമത് കൂടണം. കാര്യം ഓൺലൈനിൽ കൂടുന്നതും ഇതും നമുക്ക് ഉടമ്പടി ബാധ്യതയെന്ന് പറയണത്, ഉടമ്പടി നമ്മൾ എടുത്ത ബാധ്യത ഓൺലൈനിൽ കൂടാനാണ് എടുത്തിരിക്കുന്നത്. അത് ഓൺലൈനിൽ കൂടുക മാത്രമല്ല, അത് ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോഴാണ് ആ ഉദ്യമം പൂർത്തിയാകണത്. കുറച്ച് ഏറെ കൂടുതൽ പ്രയാസങ്ങളിരിക്കുന്നവർ ആണ് ഇവിടെ വന്ന് ധ്യാനം കൂടുന്നത്. അതിൽ സന്തോഷമേ ഉള്ളൂ, കുഴപ്പമില്ല. കർത്താവ് അങ്ങനെ ഒത്തിരി പേര് അനുഗ്രഹിക്കുന്നുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഉടമ്പടി ബാധ്യത എന്ന് പറയുന്നത് ഓൺലൈനിൽ ധ്യാനം ചൊവ്വാഴ്ച അപ്പ് ചെയ്യുമ്പോൾ കൂടുന്നതാണ്. അതാണ് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. ഷെയർ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരെ ഇത് മാത്രമല്ല, സാക്ഷ്യവും ഷെയർ ചെയ്യണം. സാക്ഷ്യവും ഷെയർ ചെയ്യണം. ചിലരൊക്കെ നിങ്ങളിലൂടെ ദൈവത്തെ അറിയണത് സാക്ഷ്യം വഴിയായിരിക്കും. സാക്ഷ്യം ദൈവികമായ ദൈവത്തിൻ്റെ സ്വന്തം ഇടപെടലായത് കാരണം ആ സാക്ഷ്യം ഒരു പ്രാവശ്യം കേട്ടാലും മതി, അപ്പോൾ തന്നെ ആൾക്കാർക്ക് അഭിഷേകം ഉണ്ടാകും. അതുകൊണ്ട് സാക്ഷ്യം ഷെയർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മുടെ ഉടമ്പടി ഉത്തരവാദിത്തങ്ങളാണ്. ഉടമ്പടി ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മൾ എന്തുമാത്രം കാർക്കശ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒപ്പിച്ച് ആ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ചെറുതായിട്ടൊക്കെ ചെയ്യാം. പക്ഷേ പ്രെയർ ആൻസറബിൾ ആകുന്നത് പലപ്പോഴും നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എനർജി ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട്, കാര്യം ഉടമ്പടിയിൽ ചൊല്ലുന്ന ഏർപ്പാടൊക്കെ 40% ഉള്ളൂ. ബാക്കി 60% ചെയ്യുന്ന സുവിശേഷ വേലകളാണ്. സുവിശേഷ വേല ഈ ദിവസങ്ങളിൽ വന്ന ഒരു സാക്ഷ്യമാണ് അനിലിൻ്റെ സാക്ഷ്യം. അപ്പോൾ അതൊക്കെ മനസ്സിൽ കേൾക്കുക, ആ പേര് കേൾക്കുമ്പോൾ അറിയാം ഇത് നോൺ ക്രിസ്ത്യൻ ആണല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ അനിലിൻ്റെ സാക്ഷ്യം എന്താണ്? 6 തവണ IELTS എഴുതി തോറ്റുപോയതാണ്. 2 വർഷമായെന്ന് തോന്നി എഴുതാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ 2 വർഷമായിട്ടും എഴുതി തോറ്റുപോയി. അപ്പം അതുകൊണ്ട് പിന്നെ ആരോ ഇങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കാനിടയായി. ആ സാക്ഷ്യം കേട്ടിട്ട് അനന്ത് വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഒറ്റ മാസത്തിനുള്ളിൽ IELTS പാസ്സായി വിസ പ്രോസസ്സ് ചെയ്ത് ഒരു മാസം നമുക്ക് ലൈറ്റ്നിങ് സ്പീഡാണ് വന്നത്. പിന്നീട് ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം, അനന്തുവിൻ്റെ സാക്ഷ്യം. ഈ സാക്ഷ്യം അപ്പം ഞാൻ നോക്കി, എന്തുകൊണ്ട് ഇത്രയും 6 IELTS എഴുതിയിട്ട് തോറ്റ ആൾ ഇത്രയും ലാഗിങ് വന്നിട്ട് എങ്ങനെയാണ് ഈ ഒറ്റ മാസം കൊണ്ട് ഇത്രയും അഡ്വാൻസ്ഡ് ആയെന്ന്? ഷാർപ്പ് ലൈറ്റ്നിങ് സ്പീഡ് വന്നു. ഉടമ്പടി ശരിക്കും സ്പീഡിൻ്റെ ഒരു പ്രോജക്റ്റാണ്. പക്ഷെ അത് നമ്മൾ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലാതെ ഉടമ്പടി എടുത്തു എന്നും പറഞ്ഞ് ഉടനെ സ്പീഡ് ഉണ്ടാകത്തില്ല. സ്പീഡാക്കണം നമ്മളാണ്. അപ്പം ഞാൻ നോക്കിയ സാക്ഷ്യത്തിൽ അനന്തു എന്നാ ചെയ്തതെന്ന് നോക്കി. അപ്പോൾ അനന്തു ഇടുക്കിക്കാരനാണ്. പക്ഷേ പുള്ളിക്കാരൻ കൃപാസനം പത്രവും ഇടുക്കി മുതൽ കാഞ്ഞിരപ്പള്ളി വരെ കൊണ്ടേ കൊടുക്കുക. മനസ്സിലായില്ലേ? വ്യത്യാസം കണ്ടില്ലേ? അതാണ് വിഷയം. അപ്പോൾ ദൈവം നോക്കണത് ഈ സത്യസന്ധതയാണ്. നീ കാത്തലിക്കാണ്, CSI ആണ്, നോൺ ക്രിസ്ത്യൻ ആണ് എന്നല്ല നോക്കണത്. സത്യം നീ ദൈവത്തിരുസന്നിധിയിൽ എങ്ങനെ വ്യാപരിച്ചു? സത്യത്തിൽ വ്യാപരിക്കണം.
ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സത്യത്തിലും വിശുദ്ധിയിലുമാണ് വേർതിരിക്കേണ്ടത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. സക്കറിയ പ്രവചനങ്ങൾ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 70 മുതലുള്ള തിരുവചനങ്ങൾ. ലുക്ക 1-ാം അധ്യായം 70 മുതലുള്ള തിരുവചനങ്ങൾ. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരുളി ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. ഉടമ്പടിയിൽ വരേണ്ട ശുശ്രൂഷ സക്കറിയ പ്രവാചകൻ സ്നാപക യോഹന്നാൻ്റെ അപ്പനാണിത് പറയണത്. ഉടമ്പടി അനുസരിച്ച് വരേണ്ട ശുശ്രൂഷ വിശുദ്ധിയിലും നീതിയിലുമാണ്. റീഡ് ഇറ്റ് അഗൈൻ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി. ഒന്ന് പറഞ്ഞേ. ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. അപ്പോൾ whether you are Christian or a non-Christian, that doesn't make anything in the concept of ഉടമ്പടി covenant. അവിടെ എന്താ പ്രശ്നം വെച്ചാൽ അവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായാൽ മതി. എബിലിറ്റി ടു ഇൻവെസ്റ്റ്. അവിടെ നിങ്ങളുടെ വിശ്വാസം നിക്ഷേപിക്കാനുള്ള കഴിവ്, നിക്ഷേപക്ഷമത എന്താണ്? അതിൽ 2 കണ്ടൻറ്റ് ബേസിക് ഉണ്ട്. എന്താണ്? ഒന്ന്, വിശുദ്ധി ഉണ്ടാകണം. വിശുദ്ധിയിലാണ് ഇത് ചെയ്യേണ്ടത്. വിശുദ്ധി എന്ന് പറയുമ്പോൾ ശാരീരിക വിശുദ്ധി മാത്രമല്ല, മാനസിക വിശുദ്ധിയുണ്ട്, ആത്മീയ വിശുദ്ധിയുണ്ട്. ഇപ്പം ശെമയോൻ ആദിമസഭയിലെ ശെമയോൻ അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ ശെമയോൻ പണം കൊടുത്തിട്ട് ഈ കഴിവ് ഞങ്ങൾക്ക് തരാൻ വേണ്ടി, എനിക്ക് തരാൻ വേണ്ടി ശെമയോൻ പത്രോസിനോട് യാചിക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൽ സഭയിൽ പ്രവർത്തിക്കുന്ന കഴിവുകളെ, കൃപകളെ നമുക്ക് വേണമെങ്കിൽ പണം കൊടുത്ത് അടിച്ചു മാറ്റാം എന്ന് ധരിക്കുന്ന ആൾക്കാർ ഇന്നല്ല, പണ്ടുകൊണ്ടായിരുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 8:18. അപ്പോസ്തലപ്രവർത്തനം 8:18. അപ്പോസ്തലന്മാരുടെ കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ശിമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്കും തരിക. പത്രോസ് പറഞ്ഞു, നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോട് കൂടെ നശിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിന്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു. നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല.
ഉണ്ടായിരിക്കുകയില്ല. കാരണം കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രശ്നം. ഉടമ്പടി എടുത്താൽ ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് മറ്റുള്ളവർ സാക്ഷ്യം പറയണ പോലെ പറയാവുന്ന നിങ്ങൾ വിദ്യാധാരണ ഉണ്ടാക്കരുത്. കാരണം ഈ കണ്ടീഷൻ വെരിഫൈ ചെയ്യണം. എന്താ ഇപ്പം ശമയോന് സംഭവിച്ചിരിക്കണത്? നീ പറയണത് ആലപ്പുഴ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു, അതനുസരിച്ചിട്ട് സ്പിരിച്വൽ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ലക്ഷ്യം ശമയോൻ എന്താ ഉദ്ദേശിക്കുന്നത്? ശമയോന് ഭൗതിക അയാൾ നേരത്തെ മന്ത്രവാദം ചെയ്തിരുന്ന ആളാണ്. മന്ത്രവാദം പണി കൊണ്ട് കുറേ കാശുണ്ടാക്കിയിരുന്നത്. ഈ ഉടമ്പടി കൊണ്ട് നിങ്ങളോ ഞങ്ങളോ ഇതുപോലെ ഭൗതിക നേട്ടം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ അത് വരാൻ വിഷയം എന്താണ്? അവസാനം പറഞ്ഞ വാക്കെന്താ? അതിനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. അതാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ് നിന്റെ ഹൃദയം ദൈവ തിരുസന്നിധിയിൽ ശുദ്ധമല്ല. അതുകൊണ്ടാണ് സക്കറിയ പ്രവാചകൻ പറയണത്, എന്താ പറയണത്? നിന്റെ മുമ്പാകെ വിശുദ്ധിയിലും, തമ്മിൽ കിണ്ടക്കണ ആ വേർഡ്, ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ. ഇപ്പം ഉടമ്പടി ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയാണ്, അല്ലാതെ പ്രാർത്ഥിക്കുകയല്ല. ഉടമ്പടി ചെയ്ത വ്യക്തികൾ പിന്നെ എന്താ ചെയ്യണത്? ശുശ്രൂഷയാണ് ചെയ്യണത്. ശുശ്രൂഷ എവിടെയാണ് ചെയ്യണത്? നിങ്ങളുടെ നാട്ടിലാണ്, നിങ്ങളുടെ വീട്ടിലാണെന്ന് പറയരുത്. ആരുടെ ശുശ്രൂഷ നമ്മൾ ചെയ്യണത്? വീട്ടിലായാലും നാട്ടിലായാലും അടുക്കളയിലായാലും അരങ്ങത്തായാലും ചെയ്യണത് ദൈവത്തിൻ്റെ മുമ്പിലാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ തൻ്റെ മുമ്പിൽ പറഞ്ഞ് വായിച്ചോളൂ. പരിശുദ്ധിയിലും നീതിയിലും. അതാണ് തൻ്റെ മുമ്പിൽ പറഞ്ഞ്, പരിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. അപ്പോൾ നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ദൈവിക ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ദൈവ തിരുസന്നിധിയിൽ പരിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ചെയ്യണം, നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഉടമ്പടി എടുത്തത്? അപ്പോൾ നിങ്ങൾ ഉടനെ ചാടിക്കരപ്പോൾ എഴുതുക IELTS പാസ്സായെന്ന് പറയരുത്. അപ്പം തന്നെ IELTS നോക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ദൈവിക ലക്ഷ്യത്തിനാണ് ആദ്യം അടിവരയിടേണ്ടത്. എന്തിനാണ് ഉടമ്പടി എടുത്തത്? അത് മകളെ കെട്ടിക്കാനാണ്, അപ്പോഴും പോയി. എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്? വസ്തു വയ്ക്കാനാണ്, അപ്പോഴും പോയി. എന്തിനാണ് ഉടമ്പടി എടുത്തത്? എൻ്റെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പറഞ്ഞേ, എൻ്റെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ചെയ്യാൻ. ഈ ഒരു ഒറ്റ ഉത്തരമാണ് കറക്റ്റ്. അപ്പം നമ്മളെ ഉടമ്പടി ഇന്നു മുതൽ ചെയ്യണ കാര്യങ്ങൾ പരിശുദ്ധിയിലാണോ നീതിയിലാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് ചെയ്യാൻ തുടങ്ങിയാൽ നല്ല ശരിക്കും ഇങ്ങോട്ട് ടൈം ഷോർട്ടേജ് ചെയ്യണ സംഭവം. കാര്യം ഉടമ്പടിയുടെ ഏറ്റവും വലിയ മെച്ചമെന്ന് പറയുന്നത് ടൈം ഷോർട്ടണിങ് ആണ്. ഈ ടൈം ഷോർട്ടണിങ് സംഭവിക്കണത് എങ്ങനെയാണെന്നറിയാവോ? പ്രസൻസ് ഫീൽ ചെയ്യുമ്പോഴാണ്. വേറെ ഒരു പാക്കേജും ഇല്ലാത്ത പരിശുദ്ധ കുർബാന ഒഴിച്ച് വേറെ ഒരു കവനൻറ്റിനും അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയ്ക്കും ദൈവം വാഗ്ദാനം പ്രസൻസ് തന്നിട്ടില്ല. ഒരു പ്രസൻസ് ഉള്ളത് 18-20 18-20 ആ 18-20 ഉള്ള പ്രസൻസ് കവനൻ്റൽ പ്രസൻസാണ്. മത്തായി 18-20 എടുത്തേ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 18:20 എന്തെന്നാൽ 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ കണ്ടീഷനിലാണ് ആ പ്രസൻസ്. എന്താ മത്തായി 18:20 എന്താ പറയണത്? എന്തെന്നാൽ 1-2 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. അത് വാഗ്ദാനമാണ്. ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ളത് വാഗ്ദാനമാണ്. പക്ഷേ എവിടെയാണ് അവിടുത്തെ പ്രശ്നം? എൻ്റെ നാമത്തിലാണ് അവിടെ വിഷയം. നമുക്ക് വെറുതെ ഒരുമിച്ച് കൂടിയിട്ട് കാര്യമില്ല. വെറുതെ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അയൽക്കൂട്ടത്തിൽ കൂടുന്ന പോലെ ഇരിക്കും.
അതാണ് നമ്മുടെ സംഭവം. വെറുതെ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടണമെന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഉടമ്പടി ചെയ്യുന്നത് പോകുന്നവർ, നാട്ടിലുള്ളവരെ ഒരുമിച്ച് കുറേ പേരുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടായ്മ ഉണ്ടാക്കി അവിടെ അഖണ്ഡ ജപമാല പ്രാർത്ഥന നടത്തണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഈ പ്രസൻസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഒത്തിരി പേര് എല്ലാ രാജ്യങ്ങളും തന്നെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. നമ്മളവിടെയൊക്കെ വീഡിയോ, അവരുടെ പ്രാർത്ഥന, അവിടെ അഖണ്ഡ ജപമാല നടത്തുന്ന വീഡിയോ അവരയച്ചു തന്നിട്ട് നമ്മൾ അപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയും നിങ്ങൾക്കത് ചെയ്യാം. അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് കവനൻ്റിലായിരിക്കുന്നവർ, ഉടമ്പടിയിലായിരിക്കുന്നവർ, ദൈവവുമായിട്ട് കരാറിലായിരിക്കുന്നവർ ഇവിടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ, അതാണ് അവർ പറയുന്നത്, എൻ്റെ നാമത്തിൽ ഈശോ പറയുന്നുണ്ട്. എൻ്റെ നാമത്തിൽ ആണ് നമ്മൾ കൂടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ്. എൻ്റെ മുമ്പിലെന്ന് പറഞ്ഞ കാര്യം അതാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് എൻ്റെ മുമ്പിൽ വിശുദ്ധിയോടും നീതിയോടും കൂടി. അപ്പം നീതി, വിശുദ്ധി എല്ലാം നമ്മൾ ആന്തരിക ശോധന ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ നീതിയിലാണ് ഈ സംഭവം ചെയ്യണത്, സത്യത്തിലാണോ? കാര്യം സത്യവും എന്ന് പറയുമ്പോഴേ സുവിശേഷ വിഹിതമായ സത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് ഞാൻ നിങ്ങൾ പറഞ്ഞ കാത്തലിക്സ് ആണെങ്കിൽ നിങ്ങളെ കുമ്പസാരിച്ചിട്ട് ചെയ്യണം. നോൺ കാത്തലിക്സ് അതുപോലെ അങ്ങനെയുള്ളവരൊക്കെ ആത്മാവിൻ്റെ വിശുദ്ധി ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത് ചെയ്യാൻ. അതുകൊണ്ട് ഈ കാര്യം ഇത് സ്പീഡപ്പാകാൻ വേണ്ടി അങ്ങനെ പറയണത്. നിർഭാഗ്യവശാൽ ഈ അച്ഛനെ കാണാൻ വരുന്ന കുറച്ച് ആൾക്കാരില്ലേ, അവർ പോലും ഉന്തിത്തള്ളി കൊണ്ടുവരുന്ന ആൾക്കാർ നമ്മുടെ കൃപാസനത്തിൽ ഈ കലവര് പോലും കയറ്റാൻ പറ്റാത്ത ആൾക്കാരെയാണ്. ഞാൻ ഇന്നലെ കൊറോണത്തിനെ പിടിച്ചു. ഞാൻ പറഞ്ഞു അവിടെ നിപ്പ് കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് പിശാചാണല്ലോ. ഞാൻ പറഞ്ഞു നീ ഉടമ്പടിയുടെ എന്നാ ബന്ധം? ഒരു ബന്ധവുമില്ല. അമ്മയെടുത്ത് ഞാൻ പറഞ്ഞ് സാധനത്തിനെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മ ഉടമ്പെടുത്ത് നിങ്ങൾ ഒരിക്കലും അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ആരെയും കൊണ്ടുവരണത് അവരെ കുമ്പസാരിപ്പിച്ചിട്ട് കുർബാന സ്വീകരിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ നോൺ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പ്രാർത്ഥിച്ച് വിശുദ്ധിയോടെ ആണ് കൊണ്ടുവരേണ്ടത്. ചുമ്മാ ഉറങ്ങിക്കിടക്കണതിനെ വെളുപ്പിനെ വലിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അവിടെ കിടന്ന് ഇടി, പന്നിയെ കപ്പലിൽ കയറുന്ന പോലെ അമ്മയും മകളും നമ്മൾ ഇടിയാണ്. ഞാൻ ഒരു കണത്തിൽ ഇവിടെ വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പ്രേസ് ചെയ്യും. അങ്ങനെ കൊണ്ടുവന്നൊരു കഥയില്ല. ഒന്നാമത്തെ ഇതിനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും, ഈ സ്റ്റഫിനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും. പിന്നെ ഞാൻ പ്രാർത്ഥിക്കത്തൊന്നുമില്ല, പിന്നെ നിങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി. കാര്യം ഇതിൻ്റെ തല കവിഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ളവർ, അമ്മമാർ, അവർ മക്കളുടെ ആധ്യാത്മികത സംശയമുള്ള അമ്മമാർ ഇവിടെ കൂടെ വന്നിട്ട് അവരുടെ തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ. നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. കൂടെ ഒരാളുകൾ നിന്ന് പ്രെയർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം, പ്രെയർ സപ്പോർട്ട് ചെയ്യും. കാര്യം ഇതെല്ലാം നമ്മൾ കാണിക്കുന്ന സത്യസന്ധതയുടെ ഭാഗമായിട്ട് വരുന്ന വിഷയമാണ്. നമ്മൾ ഇപ്പോൾ അനന്തു എന്താ ചെയ്തത്? ഇടുക്കിയും കാഞ്ഞിരപ്പള്ളിയും തമ്മിൽ എന്നാ ദൂരമാണ്, 2 ജില്ലയല്ലേ. എന്നിട്ട് ഇത്രയും ദൂരെ പോയിട്ട് ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്, ദൂരെ വരെ പോയിട്ട് അത് സത്യത്തിലാണ് ചെയ്യണത്, സത്യത്തിലും സ്നേഹത്തിലുമാണ് ചെയ്യണത്. അപ്പോൾ ദൈവത്തിന് സത്യമാണെന്ന് എൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ കുറ്റം പറയുകയോ വഴക്ക് പറയുകയോ അല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളത് കുറച്ചുകൂടി ക്ലിയറായിട്ടാണ് ഈ സംഭവം സത്യത്തോടെയാണ്, സ്നേഹത്തോടെയാണ്, നീതിയോടെയാണ്, വിശുദ്ധിയോടെയാണ് ചെയ്യണമെങ്കിലേ ഇത്രയും പുതുക്കേണ്ട ഒരു കാര്യമില്ല. ആദ്യമേ വർക്കൗട്ട് ചെയ്യും. അതെന്താ ഞാനങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തേൽ ഇപ്പം നിങ്ങൾക്ക് ചിലർക്ക് സംശയം ഉണ്ടാകും. ബൈബിളിലുള്ള സംശയങ്ങളെ നമുക്കുണ്ടാകത്തുള്ളൂ, പുതിയ സംശയങ്ങളൊന്നുമില്ല. ഇപ്പം കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. പ്രസൻസിനെ കുറിച്ച് സംശയം ഉണ്ടായപ്പോഴും ഉടമ്പടി എടുത്തു, പക്ഷേ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് കുറിച്ച് നമുക്ക് സംശയം ഉണ്ടാകും. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് സംശയം ഉണ്ടാവും. ചിലക്ക് ഉടമ്പടി എടുക്കുമ്പോൾ ഈ ദിവസങ്ങളിലെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ചിലക്ക് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഒരു ഇന്നർ കൂൾനെസ് അങ്ങോട്ട് വരും. അതിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറയണത്. ഭയങ്കര പ്രശ്നത്തിലായിരിക്കും വരണത്, പക്ഷെ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ വാഗ്ദാന പേടകത്തിൽ കൊണ്ടുവന്ന് കരാറ് ഉടമ്പടി പ്രമാണം നിക്ഷേപിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഒരു ഇന്നർ കൂൾനെസ് അവർ ഫീൽ ചെയ്യും. 2 സാക്ഷി ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ട്, ഒറ്റ ദിവസം ഉണ്ടായിരുന്നതാണ്.
ഒരു ആന്തരികമായ ഒരു തണുപ്പ്. എന്നിട്ട് എല്ലാം ശരിയാകും എന്നുള്ള ഒരു ആന്തരിക ബോധ്യം ആരോ ഉള്ളിലിരുന്ന് പറയണ പോലെ. അത് അത്ര സാക്ഷ്യങ്ങൾ ഉടമ്പടിക്ക് മാത്രമേ ഉള്ളൂ. ആരോ ഉള്ളിൽ നിന്ന് പറയുന്നു, ആരോ നമ്മുടെ കൂടെ വരുന്നുവെന്ന് തോന്നണം, ആരോ നമ്മുടെ കൂടെ നിൽക്കുന്നുവെന്ന് നമുക്ക് തോന്നണം. അങ്ങനെ പ്രസൻസ് ഫീലിംഗ്. ചില സമയത്ത് ചിലർക്ക് ഇതുപോലെ ഒരു സംശയം വരും, ഓ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ, അതില്ല എൻ്റെ കയ്യിരിപ്പ് എനിക്കറിയാമല്ല. അങ്ങനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. നിങ്ങളുടെ കയ്യിരിപ്പ് നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അനുതാപം ഉണ്ടായാൽ മതി. നിങ്ങളുടെ കയ്യിരിപ്പ് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ശപിക്കേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ദുഃഖമുണ്ടായാൽ മതി. കാര്യം അത് വീണ്ടും അത് ആവർത്തിക്കാതിരിക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ അപ്പം അഭിഷേകം ഉണ്ടാവും. ഉടമ്പടി ഒരു സത്യത്തിൻ്റെ ആരാധനയാണ്. കർത്താവ് ഉദ്ദേശിക്കുന്നത് ആ സമരക്കാര്യത്തിൽ പറയത്തില്ലേ, ആത്മാവിനും സത്യത്തിലും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 4 ശ്രുതികട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന. യോഹന്നാൻ 4:23. യോഹന്നാൻ 4:23. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അപ്പം ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആരാധനയാണ്. എന്താണ്? ആത്മാവിലും സത്യത്തിലും. ആത്മാവിലെന്ന് പറയണത് എന്താ? ആത്മാവിൽ ആരാധിക്കുക. അപ്പം നിങ്ങളവർക്ക് ഇങ്ങനെ കലകുല സ്വസ്ഥർക്കം മസ്തർക്കം ക്രിസ്തർക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഭാഷാപര പ്രാർത്ഥന ചെയ്യുന്നതാണ്. അല്ല, അങ്ങനെയല്ല. ആത്മാവിൽ ആരാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ലൂക്ക 8:26 എടുത്തേ, റോമ 8:26 എടുത്തേ, ശ്രുതികട്ടെ ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. റോമ 8:26. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അപ്പോൾ നീ വിശുദ്ധിയുള്ള ആളാണെങ്കിൽ, നീ നീതിയുള്ള ആളാണെങ്കിൽ യഥാർത്ഥ മധ്യസ്ഥൻ രംഗത്ത് വരും നിനക്ക് വേണ്ടി. ആരാണത്? പരിശുദ്ധാത്മാവ്. നിൻ്റെ ആരാധന വിശുദ്ധിയുള്ളതാണെങ്കിൽ, നിൻ്റെ നീതിയുള്ളതാണെങ്കിൽ അതിനെ സത്യത്തിൻ്റെ ആരാധന എന്ന് പറയും. അങ്ങനെ നീ ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യഥാർത്ഥ മധ്യസ്ഥൻ വരും. മധ്യസ്ഥൻ എന്താ ചെയ്യണത്? മധ്യസ്ഥനെക്കുറിച്ച് എന്താ പറയുക? മധ്യസ്ഥൻ്റെ റോൾ എന്താണ്? വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞേ. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. അതിനാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് അവാച്യമായ നെടുവീർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാചകമൊന്നുമില്ലാത്ത ഒരു ഫീലിംഗ് മതി നമുക്ക്, ഒരു വികാരം മതി. വിശുദ്ധിയും നീതിയും ഉള്ളവർക്ക് ഒരു ചിന്ത മതി, ഒരു ആഗ്രഹം. ദൈവമേ അത് ശരിയായില്ലല്ലോ എന്ന് നാക്കുകൊണ്ടെടുത്ത് പറയേണ്ട കാര്യമില്ല. ഒരു ടൈം കഴിഞ്ഞാൽ നാക്കിന് വലിയ പ്രാധാന്യം പ്രാർത്ഥനയും ഇല്ലാണ്ട് വരും. അതാണ് അവാച്യം, വാക്കുകളില്ല എന്നർത്ഥം. അപ്പം നാക്കിൻ്റെ റോള് കുറയും. ഒരു ഓർമ്മ മതി, ഒരു ചിന്ത, ഒരു ആഗ്രഹം ഉള്ളിൽ വന്നാൽ മതി. നീ വിശുദ്ധിയിലും നീതിയിലുമൊക്കെ നവീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ, നീ ദൈവ പൈതലായി കഴിയുമ്പോൾ, ദൈവമേ എന്ത് ചെയ്യും, ദെപ്റ്റി നമ്മളോട് വരുന്നല്ലോ, ആരോട് ചോദിക്കാനാണെന്ന് നീ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നിൻ്റെ വിളിപ്പുറത്ത് അതിൻ്റെ സമാധാനമായിട്ട് മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കും. അതാണ് ഈ ഉടമ്പടിയുടെ ഒരു പ്രശ്നം. ഉടമ്പടി ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്. ഇപ്പം നിങ്ങളുടെ സാക്ഷ്യങ്ങളിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാര്യം ഉടമ്പടി ഇന്ന് ലഭ്യമായ ഏറ്റവും ഷാർപ്പ് ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രയർ പ്രോജക്റ്റാണ് ശരിക്കും. അത് വെട്ടിക്കെട്ട് പോലും. കാര്യം നിങ്ങളുടെ ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ കണ്ടിട്ടില്ലേ? ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അത് എൻ്റെ ഒരു കണക്കൂടലാണെങ്കിൽ ശതമാനം കുറവാണ്. ദാറ്റ് മീൻസ് ജനങ്ങൾ ആ ഉടമ്പടിയുടെ മുഴുവനും അരൂപിയിലല്ല ജീവിക്കണത്. ഇതൊരെന്തോ ഒരു ഫങ്ഷൻ പോലെ ആരോ പറഞ്ഞ് കേട്ടിട്ട് എന്തോ വന്ന് കാണിച്ച് അങ്ങനെ പോവുകയാണ്.
അതിൻ്റെ ഫലമായിട്ടാണ് ശതമാനത്തിൽ കുറച്ച് വരണത്. സാക്ഷ്യങ്ങൾ പറയണതെല്ലാം വെടിക്കെട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. എന്നാ സാക്ഷിയാണ്? മേരി തൃശ്ശൂർ അങ്ങ് അവർ വന്ന് ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എണ്ണി ഒരു പ്രശ്നങ്ങൾ പറയാനുണ്ട്. ഒരു ഇംഗ്ലൻ ടീച്ചറാണെന്ന് തോന്നാം, റിട്ടയർഡാണ്. പക്ഷെ ഇവർക്ക് ഭയങ്കര ഇൻഡാസ് വന്നിരിക്കുകയാണ്. എന്നാ ഇൻഡാസ്? 2 കൊല്ലത്ത് ഇൻകം ടാക്സിൻ്റെ അടക്ക റെമിറ്റ് ചെയ്യാനുണ്ട് 4 കൊല്ലത്ത്. അപ്പം അതൊരു 4 കൊല്ലം. അപ്പോൾ ഇൻകം ടാക്സിനെ പറ്റിച്ചു എന്നാണ് പറയണത്. ഇൻകം ടാക്സിനെ പറ്റിച്ചു എന്ന് അവർക്കെങ്ങാനും തോന്നിയാൽ പിന്നെ നമ്മൾ പണ്ടത്തെ പോലെ കത്ത് കൊടുക്കാനോ അപേക്ഷ കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല. ആദ്യം പൈസ അടക്കാൻ പറയുക, ദെൻ കംപ്ലൈൻ്റ് എന്ന് പറയും. കാര്യം അവരൊത്തിരി സ്ക്രൂട്ടണി ചെയ്തിട്ടാണ് നമുക്ക് അപേക്ഷ വിടുന്നത്. ഇപ്പം ടീച്ചർ പൈസ നല്ല ഭീമമായ എമൗണ്ട് ഉണ്ട്. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടി എടുത്തിട്ട് ടീച്ചറിൻ്റെ വേറെ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട്. കാര്യം ടീച്ചറിൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നുണ്ട്. ഫ്രണ്ടിനെ വയറൊക്കെ വീർത്തിങ്ങനെ മെത്തി ഫ്ലൂയിഡെല്ലാം കിടന്നിട്ട്, അതായത് അങ്ങനെ ഈ ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്ന ഒരു രോഗമാണ്. അത് കണ്ടാൽ പേടിച്ച് പോകും. അപ്പോൾ അവർക്ക് 4 ദിവസമായിട്ട് ഒരു ഭക്ഷണം കഴിക്കണില്ല. അപ്പോൾ ഈ ടീച്ചർ എന്നിട്ട് ഉടമ്പടി തൈലം അവിടെ വയറയിൽ പെരട്ടും. അവർ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുക. പുറത്തവിടെ ബന്ധുക്കളിരിപ്പുണ്ട് ICUവിൻ്റെ പുറത്ത്. അവർ പുറത്തിറങ്ങിയിട്ട് ഈ കാശ് രൂപ, ഉടമ്പടി കാശ് രൂപ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇവിടെ കിടപ്പ് കണ്ടിട്ട് ബോധമില്ലാതെയും നിവൃത്തിയില്ലാതെ ഇന്ന് രാത്രി മരിക്കുമെന്ന രീതിയിൽ കിടക്കണ കണ്ടിട്ട് ഈ കാശ് രൂപ ബ്ലൗസിൽ കുത്തി കൊടുക്കും. അവരെല്ലാം ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ട് പറയും, പ്രാർത്ഥിക്കണം, ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അവരെ കേട്ടതും കേൾക്കാത്ത പോലെ ഇരിക്കും. കാര്യം എന്താ വെച്ചാൽ അവർ സൂറായിക്കാരാണ്. സിറിയൻ കാത്തലിക്സ് അല്ല, അത് കാത്തലിക്സാണ്. ഇത് തൃശ്ശൂരുള്ളൊരു പ്രത്യേക സഭയാണ്. അപ്പോൾ അവർക്ക് മാതാവില്ല. അപ്പോൾ മാതാവിൻ്റെ ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവത്തില്ല. അതാണ് പ്രശ്നം. ടീച്ചറാണെങ്കിൽ മാർത്തവുമായ കാത്തലിക്കല്ല. പക്ഷേ ടീച്ചർ ഉടമ്പടിയിൽ ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആളാണ്. അതാണ് പറയുന്നത്. ഈ ഉടമ്പടിയുടെ പ്രശ്നം അതാണ്. ഇത് ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുക? അതിന് കാത്തലിക്സ് ആണോ എന്ന് ഒരു നിർബന്ധമില്ല. ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഉടമ്പടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ടേ ആവും. അതുകൊണ്ട് ടീച്ചർ ഇത് കുത്തിയിട്ട് പുറത്ത് വന്നിട്ട് ഇവരോട് പറയും. ഇവരെ കേട്ടതും കേൾക്കാത്തതും പോലെ ഇരിക്കും. ഇരിക്കുന്ന സമയത്ത് ഈ ബോധം കെട്ട് കിടന്ന ഈ വയറിങ്ങനെ വീർത്ത് മെത്തി ഫ്ലൂയിഡ് അടിച്ചിരിക്കുന്ന ആ രോഗി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പുറത്ത് വരും, ആരും ചോദിക്കാതെ. ICUന്ന് നിറയ്ക്കാതെ. എന്നിട്ട് പറയും ഒന്നും സംഭവിക്കാതെ. ഈ കുത്തിയ കാര്യം ഒന്ന് കാശിനും കുത്തിയ കാര്യമോ ഉടമ്പടി തരം വയറും തെച്ച കാര്യം അവർക്കറിയത്തില്ല. അവർ വന്ന് ബന്ധുക്കളോ പറയും, നമുക്ക് കടയിൽ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറയും. അവർ പോയി ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കും. 2 പ്രാവശ്യം ഭക്ഷണം കഴിക്കും അവർ. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഈ ഫുഡെല്ലാം വയറ്റിൽ നിന്ന് പോകും. ഡോക്ടർ വന്ന് എടുത്ത് കളയും. അപ്പോഴങ്ങനെ വന്നാൽ അത് ഹീലാവും. അപ്പം അങ്ങനെ ഒരു അടയാളം ടീച്ചറിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഇൻകം ടാക്സ് വരണത്. ഇൻകം ടാക്സിൻ്റെ ഓഫീസിൽ ചെല്ലും ടീച്ചർ. ഓഫീസിൽ പറയുമ്പോൾ ഇത് ഓഫീസർ പറയും. അപ്പം ഇവിടെ ആദ്യം അച്ഛനെ കാണാൻ വരും. അച്ഛനെ കാണാൻ വരുമ്പോൾ ഈ ടീച്ചർ ഈ ഇൻകം ടാക്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ 2 മീറ്റർ 3 മീറ്റർ കിട്ടണത്. അതായത് ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ആ വിഷയം മാതാവിൻ്റെ മധ്യസ്ഥയിൽ കേട്ട് യേശുനാമത്തിൽ കൈവച്ച് കൊടുക്കുന്ന ശുശ്രൂഷ മാത്രമേ ഇവിടെ ഉള്ളൂ. അത്രയും മതി. കാര്യങ്ങൾ നടക്കാതെ മതി. അല്ലാതെ ഈ 2 മണിക്കൂർ ഇരുന്ന് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളെ കുളകുളാൻ സംസാരിച്ച് ഞാൻ മൈൻഡ് ചെയ്ത് പോലും ഇല്ല. കാര്യം നിങ്ങൾ സംസാരിക്കേണ്ടതല്ല ഇവിടെ. ആ വിഷയം എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി. ഇതൊക്കെ ഓൺലൈനിൽ എപ്പോഴും പ്രെയർ ചെയ്തിട്ടിരിക്കുന്ന വിഷയമാണ്. അപ്പം നിങ്ങളൊന്ന് കണ്ടുമുട്ടുക, തലയിലൊന്ന് കൈവെക്കുക, അത്രേ അവിടെ പ്രശ്നമുള്ളൂ. അപ്പോൾ ഇത് അറിയാൻ പാലാത്ത ഒരു ഉടമ്പടിയിൽ അത്ര സജീവമല്ലാത്ത ആൾക്കാരാണ് വാകുളശ്ശേരികളെപ്പോലെ ഇവിടെ കിടന്ന് കണാകുണാക്കെ സംസാരിക്കുന്നത്. ഞാനത് മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഉടമ്പടി ഉഴപ്പിയ കേസാണെന്ന് മനസ്സിലാവും. ഉടമ്പടിയെക്കുറിച്ച് ബുദ്ധിബോധമില്ലാത്ത വർഗ്ഗമാണ് കിടന്നുകൊണ്ട് സംസാരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവും.
അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യം ഓഫീസിൽ നിന്ന് എനിക്ക് കറക്റ്റ് എൻ്റെ ഷോട്ട് തന്നിട്ടുണ്ട്. ആ സാധനം വർക്കൗട്ട് ചെയ്യും മര്യാദക്ക് നിന്ന് ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ. പക്ഷേ ഈ എല്ലാവരും പറയണമെങ്കിൽ എനിക്ക് മനസ്സിലാവും ശരിക്കും. കാര്യം ഈ 10-21 ലക്ഷം ആൾക്കാരുടെ വിഷയങ്ങൾ കേട്ടത് കാരണം വാ പൊളിക്കുമ്പോൾ തന്നെ ഇതാണ് വിഷയമെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഇൻകം ടാക്സിൽ ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും റെമിറ്റൻസ് വന്നു എന്നുള്ളത് ഇവർ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവണില്ല. ഇവരങ്ങനെ ചതിക്കുന്ന ആളല്ല, ഗവൺമെൻറ്റിനെ പറ്റിക്കുന്ന ആളല്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ഇത്രയും അരിയർ വന്നത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അവർ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇവരുടെ ഇൻകം ടാക്സ് പേപ്പർ വെക്കും. ഇൻകം ടാക്സ് പേപ്പർ വെക്കുമ്പോൾ മാതാവ് എന്നോടൊരു കാര്യം പറയും. എനിക്ക് ആ മേഖല അറിയാൻ പാടില്ലാത്തതാണ്, ഓഡിറ്റിംഗ് മേഖല അറിയാൻ പാടില്ലാത്തതാണ്. മാതാവ് എന്ന് വന്നിട്ട് ഇവിടെ തലയെ കൈവച്ച് കഴിയുമ്പോൾ TN എന്നും പറഞ്ഞ് ഈശോ എഴുതി കാണിക്കും, TN. അപ്പോൾ ഞാൻ ടീച്ചറെ എന്താണെന്ന് അറിയാൻ പാടില്ല, TN എന്നും പറഞ്ഞ് എഴുതി കാണിക്കേണ്ടെന്ന് പറഞ്ഞു. ടീച്ചറിന് മനസ്സിലായില്ലേ TN എന്താണെന്ന്? അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ TN എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് TN എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു. വിജയകുമാർ സാർ വാങ്ങിച്ചു തന്നതായിരുന്നു കാറ്. അവിടെ വിജയകുമാർ സാറിൻ്റെ കാർ എനിക്ക് തന്നതാണ്. അത് TN രജിസ്ട്രേഷൻ, തമിഴ്നാടാണ്. അപ്പോൾ ഞാൻ ഈ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ ടീച്ചറെ എന്ന് ഞാൻ മാത്രം ചോദിച്ചു. കാര്യം എനിക്ക് അറിയത്തില്ലല്ലോ, സബ്ജക്റ്റ് വൈസ് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇൻകം ടാക്സ് ഓഫീസിൽ ടീച്ചർ ചെന്നപ്പോൾ അവിടുത്തെ ഓഫീസർ പറഞ്ഞ് എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല, നിങ്ങളെ കണ്ടാൽ ഗവൺമെൻറ്റിനെ ചതിച്ചതായിട്ട് തോന്നത്തില്ല, പക്ഷേ ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാനില്ല, പൈസ അടക്കുക മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് കേസിലേക്ക് പോവുകയാണ്. കേസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പലിശയുടെ പലിശയും എല്ലാം കൂടി പണിയാവും. അപ്പോൾ ഒന്നും ചെയ്യാം. അപ്പോൾ ഈ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഉടമ്പടിയിൽ നല്ല വിശ്വാസമാണ്. ഇപ്പോൾ ഈ ഓഫീസർ ഇവിടെ തള്ളിക്കളയുമ്പോൾ ഇവർ ന്യൂട്രായിട്ട് പതറത്തില്ല. അവിടെ വെച്ച് പതുക്കെ ഉടമ്പടി ഉപ്പെടുത്തിട്ട് സാറിൻ്റെ മേശപ്പുറത്തിടും. ഒരു വിശ്വാസ പ്രമാണം ചൊല്ലും. നമ്മളെ എല്ലാവരും ഈ വിശ്വാസത്തിൻ്റെ ആപ്ലിക്കേഷനിൽ റീസൺസ് ഒന്നുമില്ല. റീസൺ എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. അതിൻ്റെ വിശ്വാസത്തിൻ്റെ റീസൺ എന്ന് പറയുന്നത് ബുദ്ധിയല്ല, വിശ്വസിക്കുന്നു എന്നുള്ളതാണ് റീസൺ. അതിൻ്റെ യുക്തി എന്താണ്? വിശ്വാസത്തിൻ്റെ യുക്തി എന്താണ്? ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ യുക്തി. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതിന് വേറെ സെക്കുലർ യുക്തിയില്ല. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവിൽ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു, അതാണ് എൻ്റെ യുക്തി. ആ വിശ്വാസത്തിന് യുക്തിയാണുള്ളത്. ടീച്ചർ ഈ ഉടമ്പടി ഉപ്പെടുത്തിട്ട് മേശയുടെ ഇൻകം ടാക്സ് ഓഫീസിൻ്റെ മേശത്തായിട്ട്. കാരണം ഉടമ്പടി ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമല്ലോ. എന്താ അർത്ഥം? ഉപ്പ് ഉടമ്പടിയുടെ അടയാളമാണ്, ഉടമപ്പെടുത്തലാണ്. ബൈബിളിൽ ഉപ്പിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ആ സ്ഥലം ഇനിയുള്ള സംസാരങ്ങൾ SP ആയാലും പട്ടാളമായാലും പോലീസായാലും പ്രധാനമന്ത്രി ആയാലും ഇനിയുള്ള സംസാരങ്ങൾ ദൈവത്തിന് ഉടമപ്പെടുത്തുന്നു. നീ വിഷയം പൂർണ്ണമായിട്ട് ടേക്കപ്പ് ചെയ്യുന്നു ദൈവം. അത് ഇവിടെ ദൈവത്തിൻ്റെ അധികാരവും ദൈവത്തിൻ്റെ രാജ്യവും ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവത്തിൻ്റെ ആധിപത്യം. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വെയർ ഗോഡ് റെയിൻസ്. അപ്പം ഞാൻ പഠിക്കുന്ന കാലത്ത് പഠിച്ചത് സത്യമാണ്. ഈ സത്യങ്ങളെല്ലാം പ്രായോഗിക സത്യങ്ങളാണ്. എന്താണ് ദൈവരാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളെ രാമരാജ്യമുണ്ട്, അതുപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഉണ്ട്. പക്ഷേ അതല്ല ദൈവരാജ്യം. വാട്ട് ഈസ് ദൈവരാജ്യം? ഈശോ ദൈവരാജ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വാട്ട് ഈസ് കിങ്ഡം ഓഫ് ഗോഡ്? ബെസ്ലിയ തെവ്തോൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. അത് നിന്നിൽ തന്നെയാണ്. അതെന്താണ്? കിങ്ഡം ഓഫ് ഗോഡ് വേർ ഗോഡ് റെയിൻസ്. എവിടെയാണോ ദൈവ അധികാരം നടപ്പിലാക്കുന്നത്, എവിടെയാണോ ദൈവത്തിൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നത്, എവിടെയാണോ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുന്നത്, അതാണ് ദൈവരാജ്യം. നമ്മളെ ഉപ്പിട്ടിട്ട് പറഞ്ഞത് എന്താണ്? ദൈ കിങ്ഡം കം എന്നാണ് പറഞ്ഞത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഭരണത്തിൻ്റെ കീഴിലാകണമേ. ഇനി സാത്താനോ മനുഷ്യനോ ഇവിടെ ഭരിക്കാൻ പാടില്ല. ഞാൻ വിശ്വസിക്കുന്നു നീയാണ് ദൈവമെന്ന്. അതുകൊണ്ട് നിൻ്റെ രാജ്യം ഈ ഇൻകം ടാക്സ് ഓഫീസിൽ നിറവേറണം എന്ന് പറഞ്ഞ് ഉപ്പിട്ട് കഴിഞ്ഞപ്പോൾ നമ്മളെന്താ ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? വിശ്വാസ പ്രമാണം ചൊല്ലാം. വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു കർത്താവാണ്, യേശു അധികാരിയാണ്, യേശു രാജാവാണ് എന്ന് ഞാൻ യേശുവിൻ്റെ ആധിപത്യത്തിന് ഞാൻ എൻ്റെ ഈവൻസുകൾ ഞാൻ ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തും. അതാ വിശ്വാസ പ്രമാണം. യേശു കർത്താവാണെന്ന് റോമ 8:10
9, 10 വായിച്ചുള്ളൂ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 10:9. 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. മരിച്ചവരിൽ നിന്ന് എന്താ നമ്മൾ വിശ്വസിക്കണത്? ഒന്ന് എന്താ പറഞ്ഞത്? യേശു കർത്താവാണ്. പറഞ്ഞേ, യേശു കർത്താവാണ്. നമ്മൾ വിശ്വസിക്കണത് എന്താണ്? ഒത്തിരി വാരിക്കെട്ടൊന്നും വിശ്വസിക്കണില്ല. എന്താണ്? യേശു കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞേ, യേശു കർത്താവാണ്. അപ്പൊ യേശു കർത്താവാണെന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെയും വരാനിരിക്കുന്ന ലോകത്തിൻ്റെയും കർത്താവാണ്. ജീവൻ്റെയും മരണത്തിൻ്റെയും കർത്താവാണ്. അതുകൊണ്ടാണ് ഈശോ പറയണത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 11:25. യോഹന്നാൻ 11:25. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പം മരണം എന്ന് പറഞ്ഞാൽ പോലും വിശ്വാസമുണ്ടെങ്കിൽ ജീവനുണ്ടാകും. ചത്തുപോയ സംഭവമായിരിക്കും. മനസ്സിലായില്ലേ? ചത്തുപോയ സംഭവമായിരിക്കും. ഇപ്പോൾ ഇൻകം ടാക്സ് വന്ന് ഇവരുടെ സമാധാനം ചത്തുപോയി ഇല്ലേ? ജപ്തി നടപടി വന്ന് നിങ്ങളുടെ സാമ്പത്തിക തകർച്ച വന്നുപോയി, ചത്തുപോയ സംഭവമാണ്. പക്ഷേ ഇതിനെ ജീവിപ്പിക്കാനുള്ള ഒറ്റ സിംഗിൾ ഫോർമുലയേ ഉള്ളൂ. എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവൻ. പറഞ്ഞേ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഏത് തരത്തിൽ മരിച്ചു പോയാലും ജീവിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ശരീരത്തെ മരിച്ചാൽ പോലും, കാരണം ഞാൻ അമ്മയെ കണ്ടില്ലേ, അമ്മ ഈ ലോകത്ത് ജീവിച്ചിരുന്ന ആളാണല്ലോ. അമ്മ 2000 കൊല്ലം മുമ്പ് ഈ ലോകത്ത് ജീവിച്ച് നിങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന ആളല്ലേ. ആ ആളിനല്ലേ ഞാൻ പുറകിൽ സമയഘടികാരം ചാർത്തി കണ്ടത്. അപ്പം എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പം നിത്യജീവൻ എന്നുള്ള വിഷയമാണ് യേശുവിലേക്ക് നമ്മളെ മറ്റ് ദൈവസങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇതെന്താ നമ്മളിതെങ്ങനെയാണ് ഒരു സിമ്പിൾ ആൻഡ് സിംഗിൾ ഓപ്പറേഷനിലൂടെയാണ് ഈ ആക്ടിവേഷൻ നടക്കുന്നത്. റോമ 10:9 എന്താണ്? യേശു കർത്താവാണ്. പറഞ്ഞു, യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റു പറയുന്നു. ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കുന്നു. ഞാൻ ദൈവം അവനെ മരിച്ചവൻ നിർപ്പിച്ചതുപോലെ അവനെ വിശ്വസിക്കുന്ന എൻ്റെ ജീവിതത്തെയും ഈ സകല സാഹചര്യങ്ങളിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിലാണ് ഞാൻ ഈ ആക്ടിവേഷൻ നടത്തുന്നത്. ഈ സാൾട്ടാറ്റീവ് ആക്ടിവേഷൻ നടക്കുന്നത്. അവരെ ഉപ്പ് താഴെയിട്ട് തരി 2-3 തരി ഇട്ട് കാണത്തുള്ളേ. അല്ല നിങ്ങളെപ്പോലെ ചാക്ക് പോലെ കൂടെ കുടഞ്ഞിട്ടൊന്നുമില്ലേ. 2 തരി വിശ്വാസത്തിന് 2 തരി മതി. 2 തരി ഇട്ടിട്ട് വിശ്വാസം പ്രഖ്യാപിക്കും. ആ സെക്കൻഡുകൾക്കുള്ളിൽ ഇവർ ഉയർത്തുന്നേക്കും. അതെങ്ങനെ ഉയർത്തുന്നേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഓഫീസറുടെ മൈൻഡ് സെറ്റ് മാറും. ഓഫീസർ പറയും നിങ്ങളുടെ ടാൻ നമ്പർ ഇങ്ങോട്ട് തരാൻ പറയും. കണ്ട TN വരണം, കണ്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പം എനിക്ക് ഇൻകം ടാക്സ് അറിയാൻ പാടില്ലാതെ ഉള്ളു. എല്ലാം പഠിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഒരാൾ. TN പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉടനെ ടീച്ചർ ഇൻകം ടാക്സിന് ഇവിടെ ടാൻ നമ്പർ കൊടുക്കും. ടാൻ നമ്പർ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 4 കൊല്ലമായിട്ട് ഇവരെക്കുറിച്ച് യാതൊരുവിധ അരിയർ ഇവർക്ക് കടം, അതായത് ടാക്സ് അടക്കാനുണ്ട് എന്നുള്ള യാതൊരുവിധ എൻട്രിയും മെയിൻ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. അങ്ങനെ ഒരു വിഷയമില്ല. ഇത് തെറ്റി വന്നിരിക്കുന്ന സാധനമാണെന്നാണ് പറയണത്. പ്രൈസ് ദി ലോർഡ്. ഇതിൽ ഇടപെടാതിരുന്നെങ്കിൽ ഈ പൈസ മൊത്തം അടച്ചിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറയും. ഇത് ഇവിടെ ചെന്ന് അവസാനിക്കാത്ത കേസാണത്. നമ്മളിൽ നിന്ന് എന്താ മനസ്സിലാക്കണത്? എല്ലാത്തിനും പോം വഴിയുണ്ട്.
പക്ഷെ ഉടമ്പടി, ആ ഉടമ്പടി എടുക്കാൻ പറ്റിയ ആൾക്കാരുടെ കയ്യിൽ ചെന്ന് വരുമ്പോഴാണ് മഹാത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇതിനകത്ത് 50% ആൾക്കാർ ഉടമ്പടി എടുക്കാൻ യോഗ്യതയില്ലാത്തവരാ. അവിടെയാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. ഉടമ്പടി എടുക്കാൻ യോഗ്യതയുള്ളവരുടെ കയ്യിൽ ചെന്ന് ഉടമ്പടി വന്നാൽ ഉടമ്പടിയിലൂടെ ദൈവം ഇങ്ങനെ നാഷണൽ ഹൈവേയിലൂടെ 240 മൈൽ സ്പീഡിൽ വരണ കാണാം. അതുകൊണ്ട് നിങ്ങളുടെ ചുമതലയാണ് നിങ്ങളുടെ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്തിട്ട് ദൈവത്തിൻ്റെ പ്രസൻസ് എത്രയും സ്പീഡപ്പ് ആക്കേണ്ടത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി അത് അർഹിക്കുന്ന ചൈതന്യത്തോടെ ദൈവസ്നേഹത്തോടെ സത്യത്തോടെ വിശുദ്ധിയോടെ നിറവേറ്റുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എപ്പോഴും അവിടുത്തെ ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഒരുമിച്ച് പാടുക. ദൈവസ്തുതി പാടിടാൻ ദൈവസ്തുതി പാടിടാൻ അതുപോലെ ഈ ആഴ്ചത്തിലെ മറ്റൊരു സാക്ഷ്യമാണ് സിമി അനീഷിൻ്റെ സാക്ഷ്യം. സിമി അനീഷിൻ്റെ സാക്ഷ്യവും ഇതുപോലെ തന്നെ ഒരു പ്രത്യേകതയുള്ള സാക്ഷ്യമാണ്. സിമി അനീഷിൻ്റെ വിഷയം, അവർ കോതമംഗലമാണ്. അവർ ഈ മേഖലയുമായിട്ടും ആലപ്പുഴയുമായിട്ടൊക്കെ ബന്ധമില്ലാത്ത ഒരാളാണ്. അവരോട് ആരോ ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും അവർ വീട്ടിലിരുന്ന് ഉടമ്പടി എടുക്കാൻ വിടത്തില്ല. അതിവിടെ പ്രാർത്ഥിച്ചാൽ മതി, നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് മര്യാദക്ക് നീ ഉറക്കം തൂങ്ങാതെ പ്രാർത്ഥിച്ചാൽ മതി. അപ്പം അങ്ങനെ പറയല്ല. നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന വീടാണ്. ഇവിടെ പ്രത്യേകിച്ച് ഉടമ്പടിയുടെ ആവശ്യമൊന്നുമില്ല. മര്യാദക്ക് നീ ഉറക്കം തൂങ്ങാതെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. അതുകൊണ്ട് വിടത്തില്ല, വീട്ടിൽ നിന്ന് വിടത്തില്ല. ഇനി സിമി അനീഷിൻ്റെ പ്രശ്നം വെച്ചാൽ, സിമി അനീഷ് എങ്ങനെയാണ് ഉടമ്പടിയെക്കുറിച്ച് വന്നത്? അതായത് ഇവള് OIT എഴുതാൻ വേണ്ടി ആദ്യം ഒരു ഓൺലൈൻ ഉടമ്പടി ചെയ്യും. കാര്യം ഇതിന് മാതാവിന് പറയും, മാതാവ് എനിക്ക് അവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് അല്ല, വീട്ടിൽ നിന്ന് തന്നെ വിടുന്നില്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റണത് ഓൺലൈൻ ഉടമ്പടിയാണ്. എനിക്ക് ഈ കോവിഡ് കാലത്താണ് ഓൺലൈൻ ഉടമ്പടി അമ്മ തന്നത്. അന്ന് പക്ഷേ ഉള്ളതിനേക്കാൾ അന്ന് തീർത്ഥാടനം ചെയ്യാൻ ഇവിടെ എത്താനും ആർക്കും പറ്റത്തില്ല. എല്ലാ രാജ്യങ്ങളിലുള്ളവർ ഓൺലൈൻ ഉടമ്പടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. അന്ന് ഇവിടെ വന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറ്റാത്തത് കൊണ്ട്, ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത ആൾക്കാരാണ് ഉള്ളത്. പക്ഷേ അവർക്കുണ്ടായതിനേക്കാൾ എക്സ്പീരിയൻസ് ഇന്ന് ഓൺലൈൻ ഉടമ്പടിക്കുണ്ട്. സാക്ഷ്യങ്ങൾ എപ്പോഴും ഓൺലൈൻ ഉടമ്പടി പറഞ്ഞാൽ കേൾക്കാം. ഞങ്ങൾ ആ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാലത്ത് അമ്മ തന്ന നോട്ടിനേക്കാൾ വലുതാണ് ഇപ്പോഴും റെസ്പോണ്ട് ചെയ്യണത്. അപ്പോൾ പലരും എന്നോടൊന്ന് ചോദിച്ചു, അച്ഛാ തീർത്ഥാടന ഉടമ്പടി പോലെ ആയിരിക്കുമോ, അത്രയും പവർ ആയിരിക്കുമോ ഉടമ്പടിക്കെന്ന്? ഉടമ്പടിയുടെ കാലത്ത് തന്നെ
ആ ഓൺലൈൻ ഉടമ്പടി താഴെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം 2017 18 തീർത്ഥാടന ഉടമ്പടി കോവിഡ് മുമ്പ് കത്തിയൊരു കാലമുണ്ട്. അത് വന്ന് ചെയ്ത് അനുഭവം കിട്ടിയ ആൾക്കാരെ ഓൺലൈൻ ഉടമ്പടി ചെയ്യത്തില്ല. പിന്നെ അപ്പോൾ ഒരു താഴെ കമൻറ്റ് ചെയ്യും, ഇത് നമ്മുടെ തീർത്ഥാടന ഉടമ്പടി പോലെ വരുമോ? അത്രയും കമ്മിറ്റ്മെൻറ്റില്ലല്ലോ. ഇത് കഷ്ടപ്പെടണ്ടേ? 3 മണിക്ക് രാത്രി വീട്ടിൽ നിന്ന് പോരണം, ഇവിടെ വന്ന് ഉറക്കം തൂങ്ങിയിരിക്കണം, ഇല്ലേ, ഇടി കൊള്ളണം, ക്യൂ നിൽക്കണം. അതെല്ലാം ഈ ഉടമ്പടിയുടെ ഭാഗമാണ്. ഇപ്പം നിങ്ങൾ പലരും ഇപ്പം മെത്രാനച്ചന്മാരും അതുപോലെ തന്നെ ഡിഗ്നിറ്ററീസൊക്കെ എന്നെ വിളിച്ചിട്ട് പറയും, എൻ്റെ ഇന്ന ആൾ വരുന്നുണ്ട്, അത് ഉടമ്പടി എടുക്കാൻ സഹായം ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അച്ഛനെ കാണാൻ സഹായം ചെയ്ത്. ഇപ്പം ഞാനത് അധികം പ്രൊമോട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം? അവർ ഗ്രീൻ ചാനലിൽ വന്നു കഴിഞ്ഞാൽ VIPs ആയിട്ട് പോകാവുന്നേ ഉള്ളൂ, പക്ഷേ കർത്താവ് കൂടെ പോകത്തില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാനത് തണുപ്പിച്ച് കളയും. ഞാൻ പിതാവേ ആദ്യം അവരോട് ഉടമ്പടി എടുക്കാൻ പറ, അവർ ഇടിയും ചൂടുമൊക്കെ മേടിക്കട്ടെ, കുറച്ച് അവിടെ പെയിൻ്റൊക്കെ ഒന്ന് ഇളകട്ടെ. ചിലപ്പോൾ സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരൊക്കെ ആയിരിക്കും, തങ്ങളെക്കാൾ വലുത് മുഖ്യമന്ത്രി പോലും എന്നെക്കാൾ വലുതല്ലെന്ന് പറഞ്ഞിരിക്കുന്ന അഹന്തയുള്ള ആൾക്കാരൊക്കെ VIPsനെ സ്വാധീനം ചെയ്തിട്ട് ഉടമ്പടി എടുക്കാൻ നോക്കും. അപ്പോൾ അതൊക്കെ എനിക്കറിയാവുന്നത് കൊണ്ട് അഹങ്കാരം, അതുപോലെ തന്നെ മറ്റു മനുഷ്യരെ കൂടെ നിൽക്കാനും ക്യൂ നിൽക്കാനും വെയിറ്റ് ചെയ്യാനും ഒക്കെ ഒന്നും അവർക്ക് മനസ്സില്ല. അപ്പോൾ അത് അങ്ങനെ എളിമ ഇല്ലാത്തത് കൊണ്ട് ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. അതെനിക്കറിയാം. പിന്നെ നമ്മുടെ ചീത്തപ്പേര് കൃപാസനത്തിനുണ്ടാകാമെന്നല്ലാതെ അങ്ങനെയുള്ള ഐറ്റംസ് കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ടേക്ക് ദ ഉടമ്പടി, എന്നിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ കാണിച്ചിട്ട് അത് ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ പാവപ്പെട്ടവനോടും രോഗിയോടും എല്ലാം ഒരേ മൈൻഡാണ്. ഞങ്ങളങ്ങനെ നീതിയോടെ ശുശ്രൂഷ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണി കിട്ടും. കാര്യം ഇപ്പം ഞങ്ങളിവിടെ എന്ത് കസത്ത് കാണിച്ചാലും ചെയ്യേണ്ടതാരാണ്? ദൈവമല്ലേ ചെയ്യേണ്ടത്. അതാണ് പ്രശ്നം. അതൊരു സത്യത്തിൻ്റെ പണിയുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങളത് പ്രൊമോട്ട് ചെയ്യത്തില്ല. പിന്നെ ചില ആൾക്കാർ എന്നോട് പണ്ടൊക്കെ പ്രവർത്തിച്ചിരുന്നവരൊക്കെ വരുമ്പോൾ അവരച്ഛനെ കാണുന്നത് പറയുമ്പോൾ ഞാൻ ഉടമ്പെടുക്കാൻ പറയത്തില്ല. പക്ഷേ അവർ വന്നിട്ട് അവരുടെ കുടുംബകാര്യം, അത് സാമൂഹ്യ കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ പേഴ്സണലായിട്ട് പ്രാർത്ഥനാ കാര്യം പറയുമ്പോൾ ഞാൻ പറയും ക്ലിയർ, ഇത് നമ്മളിവിടെ സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഭൗതിക കാര്യങ്ങളാണ്, കുടുംബപരമായ പ്രാർത്ഥന കാര്യങ്ങൾ നിങ്ങൾ ഉടമ്പടി എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളെന്ന് വെച്ചാൽ അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തരികിട കാണിക്കുകയാണ്. അതായത് അവർക്ക് പണ്ട് അച്ഛനോടുള്ള ബന്ധം വെച്ചുകൊണ്ട് വന്നിട്ട് അവർ ഭൗതിക കാര്യങ്ങൾ അല്ലെങ്കിൽ സംഘടനാ കാര്യങ്ങൾ സമുദായ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ വേജേന അവിടെ കാര്യം അവതരിപ്പിക്കും. പക്ഷേ അവരുടെ കാര്യത്തിൽ പൊളിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ക്ലിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ തന്നെ ക്ലിപ്പിടും, വണ്ടി വിട്ടേക്കാൻ പറയും. നിങ്ങളീ പറഞ്ഞ സാധനം ഓക്കെ, അത് ഞാൻ സെറ്റ് ചെയ്ത് തരാം. മറ്റത് കൃപാസനത്തിലാണ് നിങ്ങൾ വരണത്, അത് ഉടമ്പടിയിലൂടെ പോകത്തുള്ളൂ. കാരണം നമുക്ക് തന്നിരിക്കുന്ന ഉടമ്പടിയാണ്. അതുകൊണ്ട് ആരായാലും അത് ഉടമ്പടിയിലൂടെ പോകത്തുള്ളൂ. അതിനെന്ന് പറഞ്ഞാൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ്, കഷ്ടപ്പാടാണ്. ശരി, കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റത്തില്ലല്ലോ, ഇല്ലേ? ബസ്സിലൊക്കെ നിന്ന് വരണം, ചിലപ്പോൾ നിന്ന് പോകേണ്ടി വരും. ഇവിടെ തന്നെ ഇരിക്കാൻ സ്ഥലം പോലും എഴുന്നേക്കാൻ പറ്റും, പക്ഷേ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ എന്തെല്ലാം പ്രശ്നം. അതെല്ലാം ഉടമ്പടിയിലുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അതൊക്കെ ദൈവത്തിന് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും മാതാവിന് വേണ്ടിയും ഉടമ്പടിയുടെ ഭാഗമായിട്ട് വിശ്വാസത്തിൻ്റെ പേരിലാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ അതുതന്നെ ദൈവം സ്വീകരിക്കണം. ഏറ്റവും വലിയ നിങ്ങൾ അല്ലെങ്കിൽ ഓരോ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ ഈശോ ഇവരെവിടെ നിന്ന് വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില അലപരാധികൾ സ്ത്രീകളെ വന്നിരിക്കത്തില്ലേ, എന്നിട്ട് അടുത്തിരിക്കുന്നവർ ആരും ഇരുത്തത്തില്ല, മുട്ടല്ലേ തട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കത്തില്ലേ. ഇതെല്ലാം അവതാരങ്ങളാണ്. അപ്പോൾ അതൊന്നും ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. ആ മുട്ടും തട്ടെല്ലാം കൊണ്ട് നെരിഞ്ഞും പുഴുങ്ങിയൊക്കെ ഇരുന്ന് അതെല്ലാം കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റായിട്ട് ദൈവസ്നേഹത്തോടെ കാഴ്ചവെച്ച് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവം ആ സമയത്ത് ഞാൻ ഉടമ്പടി ടേക്കപ്പ് ചെയ്യും. കാര്യം നമ്മൾ ഈ അമ്മ എന്താ പറയണത്, വിനയാന്യതരെ ഉയർത്തി ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന്, അതാണ് ഇതിൻ്റെ അത് ഉള്ളതാണ്. ദൈവത്തിൻ്റെ നടപടിക്രമങ്ങളിൽ ഒന്നതാണ് വിനയാന്യതരെയാണ് ഉയർത്തത്തുള്ളത്. ശക്തന്മാരാണെന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വലിച്ചു താഴിടും. അവിടെയാണ് എൻ്റെ അത് ടേക്ക് ദ ബെഡ് ഓഫ് ശ്രുതികട ഹല്ലേലൂയ. ലുക്ക 1:52 ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. അപ്പം എളിയവരെയാണ് ഉയർത്തണത്. ഉടമ്പടിയോടുകൂടി തന്നെ നമ്മുടെ എളിമത്വം കേട്ടോ. നിങ്ങൾക്ക് വലിയ പുള്ളിയായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല റാങ്കുള്ള ഓഫീസറായിരിക്കും നിങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ ഡോക്ടറായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സിനെ പഠിപ്പിക്കുന്ന ഡോക്ടറായിരിക്കും,
പക്ഷെ ഇവിടെ വരുമ്പോൾ ശരിക്കും നമ്മൾ ദൈവതിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ മുമ്പിലാണ് വരുന്നതെന്ന് പറയണം. അപ്പം അതുകൊണ്ട് എന്തുമാത്രം എളിമപ്പെടാം. ഇതിലേറ്റവും നല്ലത് ജഡ്ജിമാരാണ്. ഞാൻ നോക്കിയിട്ട് ജഡ്ജിമാരെ ഉടമ്പടിയൊക്കെ എടുക്കാൻ വരുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞാൽ പോലും അവർ എസ്കോട്ടിൽ പോകുന്ന ആൾക്കാരാണല്ലേ. പക്ഷെ ഇവിടെ വരുമ്പോൾ അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകും. അവരവിടെ ഇരുന്ന് ഉടമ്പടി കൂടി ആർക്കും ശല്യമില്ലാതെ അവർ പോകും. അവരുടെ മഫ്റ്റിയിൽ സാധാരണ വീട്ടു ഡ്രസ്സിൽ വന്നിട്ട് ആർക്ക് അതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വെച്ചാൽ എഡ്യൂക്കേറ്റ് പീപ്പിളിന് ഉടമ്പടിയുടെ സ്പിരിറ്റ് അറിയാം. ശരിക്കും ഉടമ്പടി സ്പിരിറ്റ് അറിയാം. അപ്പം അത് ആ സ്പിരിറ്റ് എന്ന് പറയുന്നത് ബൈബിൾ സ്പിരിറ്റാണ്. ബൈബിളിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. എന്താണ്? ശക്തന്മാരെ. അപ്പം അഹങ്കാരികൾ, അധികാരികൾ, ഞാൻ സ്ഥലത്തെ പ്രധാന ദിവ്യനാണ്, പണമുള്ളവരാണ്, സ്വാധീനമുള്ളവരാണ്, അഹങ്കാരമുള്ളവരാണെങ്കിൽ അവൻ ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കും. പിന്നെ എന്തു ചെയ്യും? വിനയാനെതിരെ ഉയർത്തും. അപ്പോൾ നിൻ്റെ വിഷയം ടേക്കപ്പ് ചെയ്യാൻ ദൈവം എടുത്ത് ഉയർത്താൻ വേണ്ടി വിനയമാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് നിന്നെ വിനയപ്പെടുത്താൻ വേണ്ടി ഒത്തിരി ഫോർമുല ഉണ്ട്. ഈ പത്രം കൊടുക്കണത് എന്താ? ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, പത്രം ആർക്കും കൊടുക്കരുത്. ആരാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് അവർ മാത്രമേ പത്രം കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം ചേടത്തി ഓഫീസറാണ്, ചേടത്തിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അനിയത്തിക്ക് പഠിക്കാൻ ഫീസ് കൊടുക്കുന്നത് ചേടത്തിയുടെ ശമ്പളത്തിൽ നിന്നാണ്. അപ്പോൾ അനിയത്തിനെ ഒരു വേലക്കാരത്തെ എടുത്തുകൊണ്ട് നിങ്ങളെ പൈസ കൊടുത്ത് അനിയത്തിയെ പഠിപ്പിക്കുന്നു എന്നുള്ള ഗുണ്ടായുസം കാണിച്ചുകൊണ്ട് നിങ്ങളുടെ പത്രം ഈ ഓഫീസർ ചേടത്തി അനിയത്തിനെ കൂടെ കൊടുപ്പിക്കാമെന്ന് പറഞ്ഞാൽ കൊടുപ്പിക്കാൻ പറ്റും. പക്ഷേ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അതെന്താ കാര്യം? ഉടമ്പടിയിൽ എളിമ വേണം. നിങ്ങളെ എളിമപ്പെടുത്താൻ വേണ്ടി കുറേ ദൈവം ഇങ്ങനെ ഇറങ്ങി വരുന്നതിന് പിന്നിൽ എളിമപ്പെടുത്തലെന്ന് പറഞ്ഞൊരു പ്രക്രിയയുണ്ട്. അത് ഞങ്ങൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ ഫോർമുല മാതാവ് തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ സംഖ്യ എടുത്തേ, സംഖ്യയാണോ? സംഖ്യ 8:3 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുന്നു. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുന്നു. അവിടെ നിങ്ങളുടെ മരുഭൂമിയിലൂടെ അയച്ചത് നിയമാവർത്തനം 8:3. നിയമാവർത്തനം 8:3. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും. അപ്പം നിങ്ങൾ എളിമപ്പെടുകയല്ല, പിന്നെന്താണ്? എളിമപ്പെടുത്തുകയാണ്. അതാണ് ആ പ്രോസസ്. വ്യത്യാസമുണ്ട്. നിങ്ങളിങ്ങനെ മുഖം ചീറ്റി അയ്യോ അയ്യോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മരിച്ചവിടെ വീട്ടിൽ ചത്തവരെ എളിമയല്ല. അങ്ങനെ എളിമാനം അഭിനയിക്കാനൊന്നും പറ്റത്തില്ല. എളിമപ്പെടുകയല്ല, പിന്നെന്താണ്? അതാണ് സംഭവം. അത് ഇമ്പോസ്റ്റാണ്, അടിച്ചേൽപ്പിക്കലാണ് എളിമ. പക്ഷേ നിയമാവർത്തനം 8:2-3 തിരുവചനങ്ങൾ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ അതായത് ഉടമ്പടി പാലിക്കുമോ ഇല്ലയോ എന്നറിയാൻ. അതാണ് കൽപ്പനകൾ എന്ന് പറഞ്ഞ ഉടമ്പടിയാണല്ലോ. തന്റെ ഉടമ്പടി പറഞ്ഞേ, തന്റെ ഉടമ്പടി പാലിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. അതായത് ഇതിലൂടെ നമ്മൾ ഈ മരുഭൂമിയിലൂടെ നയിക്കുക എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. മരുഭൂമിയിലൂടെ നയിക്കുക എന്ന് പറയണത്. അപ്പോഴീ മരുഭൂമിയിലാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എളിമപ്പെടുക എന്ന് തന്നെയാണ്. മരുഭൂമിയിലാകണമെന്ന് പറയുന്നത് എന്താണ്? അതായത് സപ്പോർട്ട് പോവുക, തലയിൽ വെയിലടിക്കുക.
ഇപ്പോൾ ഒരു ജപ്തി നടപടി വരുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ വെയിലടിക്കും അല്ലേ? അതുപോലെ തന്നെ ഓരോ വിഷയവും നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ മരിച്ചു പോകും, ചിലപ്പോൾ അവർ നമുക്ക് എതിരാളികളാവും, അവരുടെ സപ്പോർട്ട് കിട്ടാതേക്കും. അപ്പോൾ എല്ലാം നമ്മൾ മരുഭൂമിയിലൂടെ നയിക്കപ്പെടുകയാണ്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഉടനെ അയ്യോ അങ്കിളാണല്ലോ എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അങ്കിൾ കല്യാണം കഴിച്ച് ഇപ്പം അങ്കിളിന് ആൻറ്റി വന്നപ്പോൾ ആൻറ്റി ഒരു മറുതായാണ്. അല്ല, മിക്ക ആൻറ്റിമാരും മറുതാമാരാണേ. കാര്യം അവർ കല്യാണം കഴിക്കുമ്പോൾ പിന്നെ അവരുടെ ഭർത്താവ് പഴയതുപോലെ അപ്പനെയും അമ്മനെയും മക്കളെയും മക്കളുടെ മക്കളെയൊക്കെ സഹായിക്കാൻ സമ്മതിക്കത്തില്ല. അവർക്ക് പേടിയാണ്, അവർക്ക് അവിടെ സ്വത്ത് മുഴുവൻ പോകുമെന്ന് ഓർത്തിട്ട് പേടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് 10 പൈസ തടങ്ങി ഒളിച്ചും 10 പേർക്ക് ഇപ്പോൾ അങ്കിൾ തരണത്. പണ്ട് ലാവിഷായിട്ട് തന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ആൻറ്റി വന്നപ്പോൾ ഒളിച്ചും 10 വേണം അങ്കിൾ കാശ് തരണത്. അപ്പോൾ മരുഭൂമിയായി. അതാണ് മരുഭൂമി. തലേ വെയിലടിക്കാൻ തുടങ്ങി, കുട പോയി. പണ്ട് അങ്കിളിൻ്റെ ഒരു കുട ഉണ്ടായി, ഇപ്പം കുടയില്ല, തലേ വെയിലടിച്ചു, മരുഭൂമിയായി. ഇങ്ങനെ സപ്പോർട്ട് പോകുമ്പോഴേ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ആ മറുത കെട്ടി വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ കാലക്കാരുണ്ടായത്. ദൈവമേ, എല്ലായിടത്തും ഇടിവിട്ടണമല്ല, അവിടെ തലയിൽ ഇടിവിട്ടത്. അപ്പോൾ ഉടമ്പടി പൊട്ടി, നിങ്ങൾ തന്നെ ഉടമ്പടി പൊട്ടിച്ചു. നിങ്ങളെന്താ ചെയ്യേണ്ടത്? കർത്താവ് വിഷയം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്കിളിൻ്റെ കയ്യിൽ നിന്ന് ബാറ്റൻ പോകുന്നു. ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹത്തിന് നന്ദി പറയുന്നു. ഒരുമിച്ച് പാടുക. ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. ഇവിടെത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അങ്കിള് സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അപ്പനോ അമ്മായിയപ്പനോ നാട്ടുകാരോ അയൽവാസികളോ ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരിപ്പോൾ നമ്മളെ സഹായിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, നീ ഇപ്പം കഴിഞ്ഞ മാസം നിന്നെ സഹായിക്കണ സമയത്ത് അങ്കിളിനെ കാണുമ്പോൾ കാണുന്ന ഒരു ചിരിയും കളിയൊന്നും ഇപ്പം ഇല്ലല്ല. എന്തോ ഒരു പിടുത്തമില്ലേ? ഉണ്ട് ഇല്ലേ? അതാണ് സംഭവം. ഇത് തന്നെ ഇപ്പം എന്താണ് അങ്കിളിന് സംഭവിച്ചത്? നിങ്ങളുടെ വീട്ടിലെ സംസാരം എന്താണ് അങ്കിളിന് സംഭവിച്ചത്? ആ പിശാച്. അപ്പോൾ അമ്മ പറയും ആ പിശാച് വന്നതിന് ശേഷമാണെന്ന് പറയും. അപ്പോൾ എന്താ? വിശുദ്ധിയില്ല. ആരാധന സത്യത്തിലല്ലേ ഉള്ളൂ, വിശുദ്ധിയിലല്ലേ ആരാധിക്കേണ്ടത്, ഇല്ലേ? മരുഭൂമി ആയിക്കഴിഞ്ഞപ്പോൾ ഇവരെന്താ പറയണത്? നേരത്തെ സഹായിച്ചൊരു പേര് ചിലപ്പോൾ ഇവരറിഞ്ഞു കാണത്തില്ല. അതാണ് രസം. ഈ മറുതായം നിങ്ങളെ വിളിക്കുന്ന ആൻറ്റി ഇല്ലേ, അങ്കിളിൻ്റെ കയ്യൊക്കെ പിടിച്ചിരിക്കണമെന്ന് നിങ്ങൾ പറയുന്ന ആളില്ലേ, അവർ ഈ സംഭവം അറിഞ്ഞു കാണത്തില്ല. ചിലപ്പോൾ അങ്കിളിൻ്റെ ശമ്പളം പിടിച്ച് കാണാം അറബി, അതായിരിക്കും സംഭവം. അപ്പോൾ സംഭവം അറിയാതെ നമ്മൾ ആൾക്കാരെ പ്രതിയാക്കി അവരുടെ വൈരാഗ്യം കാണിക്കുമ്പോൾ വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധമുണ്ടാകും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ഹെബ്രായർ 12. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധരാകാതിരിക്കും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഹെബ്രായർ 12:15. ഹെബ്രായർ 12:15. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. പറഞ്ഞ ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. പിടിയില്ലേ? ഇപ്പൊ വിദ്വേഷം ഉണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം? ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ മുമ്പാകെ വിശുദ്ധിയിലും അല്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ലൂക്കാ 1:74-75. ലൂക്കാ 1:74-75. ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും
എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. ഉടമ്പടി. ഇതെന്ന് വെച്ചാൽ ഉടമ്പടി വെച്ചാൽ അതായത് തൻ്റെ മുമ്പാകെ വിശുദ്ധിയിലും നീതിയിലുമാണ്. പക്ഷേ വിദ്വേഷം ഉണ്ടെങ്കിൽ ഹെബ്രായർ 12:15 അനുസരിച്ചുകൊണ്ട് ലൂക്ക 1:74 വിശുദ്ധി ഉണ്ടാകത്തില്ല. കാര്യം അശുദ്ധി, വിദ്വേഷം മൂലം എന്തു ചെയ്യും? അശുദ്ധി ഉണ്ടാകും. അപ്പം അതെപ്പോഴും നമ്മൾ ആരോടെങ്കിലും വിദ്വേഷത്തിലുണ്ടോ എന്ന് നിങ്ങൾ, ഇത് മനസ്സിൻ്റെ വിശുദ്ധിയാണ്, ശരീരത്തിൻ്റെ വിശുദ്ധിയല്ല ഈ പറയണത്. അത് വേറെ പട്ടികയാണ്. അപ്പം ഇത് ഉടമ്പടിയിൽ അത് കറക്റ്റ് ചെയ്യണം നിങ്ങൾ. ഇപ്പം ചിലർ എന്താണ് ഈ ഉടമ്പടി സിൽവർ ഗ്രേ എന്നും പറഞ്ഞ് ഗതികിട്ട പ്രേതങ്ങളെപ്പോലെ ചില ആൾക്കാർ നടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പോഴും ഉടമ്പടി നമുക്ക് പത്രം വായിക്കുകയും ഓരോ കാലങ്ങളനുസരിച്ചുകൊണ്ട് നമുക്ക് പുതുക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ആ പത്രത്തെ മാത്രമേ ആ കളറ് മാറുന്നുള്ളൂ. ആളിൻ്റെ കളറ് പണ്ടത്തെ ആ പിശാചിൻ്റെ കളർ തന്നെയാണ് ഇപ്പോഴും. അതായത് ആളിന് കളർ വ്യത്യാസമൊന്നുമില്ല. ആളപ്പകെ വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, എല്ലാവിധ ആസക്തികളും കൊണ്ടാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിലാണ് ശുശ്രൂഷ ചെയ്യണത്. അതുപോലെ തന്നെ പിന്നെ എന്താണ്? സ്നേഹത്തിലാണ്. സ്നേഹത്തിൽ പ്രവർത്തന നിരതമായ വിശ്വാസത്തിലാണ്. പക്ഷേ അതിൻ്റെ അകത്ത് സ്നേഹമുണ്ട്. അത് ഗലാത്യരാണ് 6 ഗലാത്യ 5:6 സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. അപ്പൊ പ്രവർത്തന നിരവധി വിശ്വാസം പ്രവൃത്തി മൂലമാണ് നീതീകരിക്കപ്പെടുന്നത്. അത് 2:17 യാക്കോബ് തെറ്റില്ല. പക്ഷേ ആ വിശ്വാസം നീതീകരിക്കപ്പെടുന്നതിന് പ്രവൃത്തിയാണെന്ന് പറയുന്നത് സ്നേഹത്താലാണ് പ്രവർത്തന നിരതമാകേണ്ടത്. അതിനകത്ത് സ്നേഹം വേണം. എന്ന് വെച്ചാൽ ഉടമ്പടി എടുക്കാൻ വന്ന കാലത്തുണ്ടായ സ്നേഹം പോരാ പുതുക്കാൻ വന്ന സമയത്തുള്ളത്. അത് നിങ്ങൾ ക്ലാപ്പ് പേപ്പറിൽ പോലും ഇല്ലാത്ത സാധനമാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഉടമ്പടി എടുക്കാൻ വന്ന സമയത്തുണ്ടായ സ്നേഹമാണോ എനിക്ക് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഉള്ളത്? അതിൻ്റെ റേറ്റിംഗ് കൂടിയാൽ നോക്കണം. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ നിലവാരം കൂടിയോ? സ്നേഹത്തിൻ്റെ നിലവാരം കൂടിയെങ്കിൽ പിന്നെ ഒത്തിരി കാലം കൃപാസത്യ വരേണ്ട കാര്യമില്ല. എന്താ കാര്യം? ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്യും. കൃപാസത്യ വരുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് വർക്ക്ഷോപ്പാണ്, റിപ്പയർ ചെയ്ത് നിങ്ങളെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ നിലവാരം പ്രാർത്ഥിച്ച് കർത്താവായ ദൈവമേ ഉടമ്പടിക്കാലം പുരോഗമിക്കുന്നതനുസരിച്ച് എൻ്റെ സ്നേഹത്തിൻ്റെ നിലവാരം വർദ്ധമാനമാകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ മക്കളെ, ഇതൊന്ന് കറക്റ്റൊന്ന് മനസ്സ് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ടുള്ള ഹാർവസ്റ്റ് ചെയ്യണതാണ്. കാര്യം ഇത് ഉടമ്പടിയല്ലേ. അപ്പോൾ ദൈവ പൈതലായിട്ട് നമ്മൾ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. അതായത് ഓരോ വിഷയത്തിനും. അപ്പോൾ അനീഷിന് സാക്ഷ്യം ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇവിടെ വരാനുള്ള ചുറ്റുപാട് വീട്ടിലില്ല, ഇവിടെ അനുവദിക്കത്തില്ല. അതാണ് പ്രശ്നം. പക്ഷെ ഉടമ്പടി സത്യമാണെന്ന് നമുക്ക് മനസ്സിലായി. അവൾ എന്നാ ചോദിക്കണത്? ഓൺലൈൻ ഉടമ്പടിയാണ് ഇപ്പം തരപ്പെട്ടിരിക്കുന്നത്. അവർ ഓൺലൈൻ ഉടമ്പടി ചെയ്യും. ഓൺലൈൻ ഉടമ്പടി ചെയ്യാൻ കാര്യം എന്താണ്? ഒരു OET സാക്ഷ്യം ആരോ നമുക്കറിയാമല്ലോ. നമ്മുടെ യൂട്യൂബിലേക്ക് നമ്മളവിടെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാളിലൂടെ ആ സാക്ഷ്യം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാക്ഷ്യം അവർക്ക് കിട്ടും. അത് ഞാൻ പറഞ്ഞു നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. നിങ്ങളുടെ ഓരോ ഷെയറിങ്ങിലൂടെ എത്രയോ മനുഷ്യരെ രക്ഷപ്പെടുന്നത്. ഇവർക്ക് ഉടമ്പടിയായിട്ട് യാതൊരുമില്ല. അതായത് ഈ ഷിമി അനീസ് എന്ന് പറയുന്ന കക്ഷിക്ക് സിമി അനീഷിന് ഉടമ്പടിയുമായിട്ടൊരു ബന്ധമില്ല. പക്ഷെ അവരുടെ യൂട്യൂബ് വാളിലേക്ക് ഒരു സാക്ഷ്യം വരും. അവർ OET സാക്ഷ്യമാണ്. അവർ OET യൂട്യൂബിനൊരു പരിപാടി ഉണ്ടല്ലോ, നമ്മളൊരു സാക്ഷ്യം കണ്ട പിന്നീട് അതേ ഫാമിലിയിലുള്ള കുറേ സാക്ഷ്യങ്ങൾ നമുക്ക് പിന്നെ കൊണ്ടുവന്നിട്ട് തരും.
അപ്പോൾ ഇവർ OIT ഒരു സാക്ഷ്യം കണ്ടപ്പോൾ തന്നെ OIT പല സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സത്യമായ കാര്യമാണ് OIT ഉടമ്പടി എന്ന് പറയണത്. പക്ഷെ അവൾക്ക് പോകാനും ഒന്നും പറ്റണില്ല. OIT പാസ്സാകണില്ല. 2 പ്രാവശ്യം തോറ്റ് OIT എഴുതിയിട്ട്. അപ്പോൾ 2 പ്രാവശ്യം OIT തോറ്റ് കഴിഞ്ഞപ്പോഴാണ് അവൾ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഓൺലൈൻ ഉടമ്പടി എടുത്ത ദിവസം രാത്രി ഒരു സംഭവം നടന്നു. എന്താണ് രാത്രി നടന്നത്? ഇവൾ കാണാത്ത മാതാവിനെ അവളെ സ്വപ്നം കണ്ട്. സ്വപ്നം കണ്ടിട്ട് സ്വപ്നത്തിൽ ഇങ്ങനെ എഴുതി കാണിച്ചു, 100% B എന്ന് എഴുതി കാണിച്ചു. 100% B. അപ്പോൾ അവൾക്കത് മനസ്സിലായി, 100% B. പിന്നെ കണ്ടത് ഐസയ 44, 45, 46 സ്വപ്നമാണ്. ഇന്നത്തെ മനുഷ്യൻ സ്വപ്നം കാണുന്നത് കണ്ടില്ലേ? പണ്ടൊക്കെ ആൾക്കാർ സ്വപ്നം കണ്ടാൽ പിറ്റേ ദിവസം വന്ന് കുമ്പസാരിക്കേണ്ടി വരും. ഞാനിങ്ങനെ ഇത്തരം സ്വപ്നം കണ്ടെന്നും പറഞ്ഞു തോന്നി. ഇപ്പം ദൈവിക സ്വപ്നങ്ങളാണ് ആൾക്കാർ കാണുന്നത്. ഓൺലൈൻ ഉടമ്പടി എടുത്തുള്ളൂ, അപ്പം തന്നെ പറഞ്ഞ് B 100%. പിന്നെ കാണുന്നതാണ് റീഡ് ഇറ്റ്, ഐസയ 44, 45, 46. അപ്പോൾ അവൾ വിചാരിച്ചത് ഐസയ 44, 45, 44 അധ്യായം 45 വാക്യമാണ്. പക്ഷേ ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ അങ്ങനെ വാക്യമില്ല. മൊത്തം വായിക്കാൻ പറഞ്ഞിരിക്കുകയും ഐസയ 44, 45, 46 വായിക്കാം. അപ്പം ഞാനിവിടെ രോഗികളെ കണ്ടുകൊണ്ട് ഇവിടെ നിൽപ്പുണ്ട്, ഇവിടെ ഈ സാക്ഷ്യം പറയുമ്പോൾ. അപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് പറഞ്ഞ് അവളോട് ഞാൻ പറഞ്ഞത് ഐസയ 45:2. എന്താണ് ഐസയ 45:2 വായിച്ചേ? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 45:2. ഞാൻ നിനക്ക് മുമ്പേ പോയി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതായത് ഇവളെന്താ ചെയ്തിരിക്കണത്? ഇവൾ ഓൺലൈൻ ഉടമ്പടിയിലാണ് ചെയ്തിരിക്കണത്. ഓൺലൈൻ ഉടമ്പടിയുടെ അതിൻ്റെ പാക്കേജ് എന്താണ്? യോശുവ 1:9 ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. അതാണ് ഉടമ്പടിയിൽ. എന്താണ്? നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും. അതാണ് ഇപ്പം പറയണത്. എന്താണ് എന്ന് പറഞ്ഞേ, വായിച്ചേ. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. വായിച്ചോളൂ. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. അപ്പോഴേ ദൈവത്തെ അറിയാൻ വേണ്ടിയാണ് നിനക്ക് അടയാളങ്ങൾ തരണത്. അതെപ്പോഴും നമ്മൾ സാക്ഷ്യം പറയുന്നവരും ഉടമ്പടി എടുക്കുന്നവരും മനസ്സിലാക്കണം. എന്താണ്? നിൻ്റെ ദൈവമായ കർത്താവാണ് ഞാൻ, നിന്നെ പേര് ചൊല്ലി വിളിച്ച ദൈവമാണ് ഞാൻ എന്ന് നീ അറിയാൻ വേണ്ടി ഞാൻ നിനക്ക് മുമ്പേ പോകും. 2 പിത്തളവാതിലുകൾ തകർക്കും, ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കും, മലകളെ ചവിട്ടി നിരത്തും, അന്ധകാരത്തിലെ നിധിയും പിന്നെന്താണ്? അജ്ഞാതമായ ധനശേഖരവും. എന്നുവെച്ചാൽ നമ്മൾക്ക് സ്വന്തം നിലക്ക് സ്വന്തം കഴിവ് ശേഷി അനുസരിച്ച് പറ്റാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി ദൈവം ഉടമ്പടിയിലൂടെ ചെയ്യുമെന്നാണ് പറയുന്നത്. കൈ അടിച്ച് കർത്താവ് മുമ്പേ പോകുന്ന അവിടുത്തെ സ്നേഹത്തിന് സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമെനിക്കനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായി? ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായി? പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്.
അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മ